2018 റഷ്യയുമായി കരാറിൽ ഒപ്പിട്ട് 2021 S-400 ട്രൈം സംവിധാനത്തിന്റെ ആദ്യ യൂണിറ്റ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇതിന്റെ പരീക്ഷണവും വൻ വിജയമായിരുന്നു. പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വ്യോമമാർഗമുള്ള ഏതു നീക്കത്തെയും പ്രതിരോധിച്ച് ആകാശ കോട്ട കെട്ടാൻ S-400 ട്രൈം സംവിധാനത്തിന് സാധിക്കും. അശാന്തമായ ഇന്ത്യൻ അതിർത്തികളിൽ പടച്ചിട്ട തീർക്കാൻ ഇന്ത്യ നാളുകൾക്ക് മുന്നേ നടത്തിയ ശ്രമം കൂടിയായിരുന്നു സുദർശന. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്ന പേരുള്ള അമേരിക്കയുടെ F-35 വരെ തകർക്കാൻ റഷ്യയുടെ ഈ കണ്ടുപിടുത്തത്തിന് കഴിയും. നിരവധി മിസൈൽ ഡ്രാഗണുകൾ ഇതിനകം തന്നെ ഇന്ത്യ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. ലഡാക്ക്, സിലിഗുഡി ഇടനാഴി കേന്ദ്രീകരിച്ചും പഞ്ചാബിലുമാണ് ഇവ വിന്യസിച്ചിട്ടുള്ളത്. പരമാവധി 400 കിലോമീറ്റർ വരെ ദൂരെയുള്ള ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും ആളില്ലാ വിമാനങ്ങളെയും ഉൾപ്പെടെ S-400 മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാനാവും. ഇന്ത്യയുടെ മിസൈൽ രംഗത്തെയും പ്രതിരോധ ശേഷിയിലെയും ഈ പുരോഗതി പാകിസ്ഥാന്റെ ആണവ പ്രതിരോധത്തെ തന്നെ ദുർബലമാക്കുന്നതാണ്. മോദിയായിരുന്നു ഇന്ത്യയുടെ ഈ വജ്രായുധത്തിന് സുദർശന ചക്രം എന്ന് പേര് നൽകിയത്. ശത്രുവിന്റെ തലയിറക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ കയ്യിലുള്ള ആയുധമാണ് സുദർശന ചക്രം.